പ്രളയകാലത്ത് തകർന്നടിഞ്ഞ പറവൂരിലെ ജനങ്ങളെ സഹായിക്കാൻ പുനർജനി വഴി നടത്തിയ സഹായങ്ങളിൽ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘനം നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്ന് വിജിലൻസ് നടത്തിയ അന്വേഷണങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ CBIക്ക് വിടാമെന്ന മുൻ വിജിലൻസ് ഡയറക്ടർ നൽകിയ ശുപാർശയാണ് 11 മാസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിടുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരവും നിലനിൽക്കില്ല എന്ന കണ്ടെത്തലിന് ശേഷമാണ് കേസ് CBIക്ക് വിടാനുള്ള ആലോചന. രാവിലെ പുറത്തുവിട്ട ശുപാർശ വാർത്തയ്ക്ക് പിന്നാലെ മനോജ് എബ്രഹാം കഴിഞ്ഞ സെപ്റ്റംബറിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച സ്പഷ്ടീകരണ മറുപടി കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വിദേശത്ത് വെച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് പ്രതിപക്ഷ നേതാവിനെതിരായ തെളിവെന്ന പേരിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. VD സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്നും പണം കൈകാര്യം ചെയ്ത സംഘടനയ്ക്ക് വിദേശ പണം ഇടപാടിനുള്ള ലൈസൻസ് ഉണ്ട് എന്നും റിപ്പോർട്ട് നൽകുന്നതാണ് വിജിലൻസ്. ഒരു പകൽ ദൈർഘ്യത്തിൽ കുരുക്കാൻ വിട്ട ശുപാർശയുടെ കാറ്റുപോകുന്ന കാഴ്ച. പോറ്റിയെ കേറ്റിയ ഗാനത്തിലെടുത്ത കേസിന്റെ തുടർച്ചയായോ പ്രതിപക്ഷ നേതാവിനെതിരായ പുതിയ ആരോപണം? പരാതി പുനർജനിച്ചു എന്നാണ് ചോദ്യം.